ആസ്പിരൻസ്, അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ വെച്ച് നിങ്ങളുടെ ഒരു പഠന രീതിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. കൃത്യമായിട്ട് നിങ്ങളുടെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പോർഷൻസ് ഒക്കെ പഠിച്ച് തീർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ബ്രേക്കുകളിലോ നിങ്ങളുടെ ഫ്രീ ടൈമിലോ ഒക്കെ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു റിവിഷനും എക്സ്ട്രാ നോളജും ഒക്കെ ആയിട്ട് മാറും. നമുക്ക് 15 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മുഖത്ത് വന്ന് വീഴുന്ന ഒരു വെയിൽനാളം, അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുന്ന ഒരു പൊട്ടിച്ചിരി, ഇങ്ങനെ പലതും ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴോ മറ്റോ അവ ഓരോന്നും എടുത്ത് പരിശോധിക്കും. അപ്പോൾ ചില കഥാപാത്രങ്ങൾ ആ മുറിയിൽ ജനിക്കുന്നു. എന്നെപ്പറ്റി എഴുതൂ എന്ന് പറയുന്നു. ആരുടെ വാക്കുകളാണ്? മാധവിക്കുട്ടിയുടെ വാക്കുകളാണ്. അടുത്ത ചോദ്യം. വൈലോപ്പിള്ളിയുടെ കിളിയും മനുഷ്യനും എന്ന കവിത മലയാളത്തിലെ ഒരു കവിയുടെ കഥയാണ്. ആരാണ് ആ കവി? MN പാലൂർ. അപ്പോൾ വൈലോപ്പിള്ളിയുടെ കിളിയും മനുഷ്യനും എന്ന കവിത മലയാളത്തിലെ കവിയായ MN പാലൂരിൻ്റെ കഥയാണ്. അടുത്ത ചോദ്യം നോക്കാം. ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയായിരുന്ന ഇംഗ്ലീഷ് കവി ആരാണ്? ജോൺ കീറ്റ്സ് ആണ് ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയായിരുന്ന ഇംഗ്ലീഷ് കവി. ഉണ്ണായി വാര്യർ എഴുതിയ ആട്ടക്കഥയുടെ പേരെന്താണ്? ഉണ്ണായി വാര്യർ എഴുതിയ ആട്ടക്കഥയുടെ പേര് നളചരിതം. നളചരിതം ആട്ടക്കഥയാണ് ഉണ്ണായി വാര്യർ എഴുതിയത്. അടുത്ത ചോദ്യം. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉള്ളൂരാണ്. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഉള്ളൂർ. മലയാളത്തിൻ്റെ പ്രസിദ്ധമായ ചെറുകഥയായ രാച്ചിയമ്മ ആരാണ് എഴുതിയത്? ആരുടെ കൃതിയാണ് രാച്ചിയമ്മ എന്നതാണ് ചോദ്യം. ഉറൂബിൻ്റെ കൃതിയാണ്. സിനിമയായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. സിനിമയും ഡോക്യുമെൻ്ററി ടെലിഫിലിമും ഒക്കെ ആയിട്ട് രാച്ചിയമ്മ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രസിദ്ധ എഴുത്തുകാരനായ ഉറൂബിൻ്റെ ചെറുകഥയാണ് രാച്ചിയമ്മ. അടുത്തത് മരണവുമായുള്ള സംഭാഷണങ്ങൾ എഴുതിയത് ആരാണ്? ആർതർ കെസ്ലറിൻ്റെയാണ് മരണവുമായുള്ള സംഭാഷണങ്ങൾ. അടുത്ത ചോദ്യം. 1904 തുടങ്ങിയ വിവേകോദയം മാസികയുടെ ആദ്യ പത്രാധിപർ ആരാണ്? കുമാരനാശാനാണ് വിവേകോദയം മാസികയുടെ പത്രാധിപർ. അപ്പോൾ ആശാൻ വരണം വിവേകം ഉദിക്കണമെങ്കിൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി. വിവേകോദയം മാസികയുടെ പത്രാധിപർ കുമാരനാശാനാണ്. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1904. അടുത്ത ചോദ്യം. മലയാളത്തിലെ ആദ്യ പ്രശസ്ത നാടകമായ കന്യക എഴുതിയത് ആരാണ്? N കൃഷ്ണപിള്ളയാണ് മലയാളത്തിലെ ആദ്യ പ്രശസ്ത നാടകമായ കന്യക എഴുതിയത്. നേത്രരോഗി എന്ന തൂലികാനാമത്തിൽ എഴുതിയത് ആരാണ്? EV കൃഷ്ണപിള്ളയാണ് നേത്രരോഗി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്നത്. നേത്രരോഗി എന്ന തൂലികാനാമത്തിൽ എഴുതിയത് EV കൃഷ്ണപിള്ള. കേശവദേവ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിവേകാനന്ദ കൃതി ഏതാണ്? മൈ മാസ്റ്റർ. കേശവദേവ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിവേകാനന്ദ കൃതി മൈ മാസ്റ്റർ. സീതയെ കട്ടുകൊണ്ടുപോകാൻ രാവണനെ ഉപദേശിച്ചത് ആരാണ്? ശൂർപ്പണഖയാണ് സീതയെ കട്ടുകൊണ്ടുപോകാനായിട്ട് രാവണനെ ഉപദേശിക്കുന്നത്. ചോദ്യം. മറ്റു പൂച്ചെടി ചെന്നു തിന്നാനൻ കൊറ്റനാടിനുണ്ട് എപ്പോഴേ മോഹം. മറ്റു പൂച്ചെടി ചെന്നു തിന്നാനൻ കൊറ്റനാടിനുണ്ട് എപ്പോഴേ മോഹം. മലയാളത്തിലെ പ്രസിദ്ധമായ ഈ വരികൾ എഴുതിയത് ആരാണ്? വൈലോപ്പിള്ളിയാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഭാര്യയും കുഞ്ഞും മരിച്ച ആഘാതത്തിൽ നാലപ്പാടൻ എഴുതിയ കാവ്യം ഏതാണ്? കണ്ണുനീർ തുള്ളിയാണ്. ഭാര്യയും കുഞ്ഞും മരിച്ച ആഘാതത്തിൽ നാലപ്പാടൻ എഴുതിയ കാവ്യം കണ്ണുനീർ തുള്ളി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നീരദം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മേഘം എന്നാണ് നീരദം എന്ന പദത്തിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ്